ഞാനൊന്ന് ലേസി ഡേയ്സിലുള്ള ചാനലിൽ കണ്ട മഡ് ക്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോയിൽ ക്ലേ എന്ന് പറയാം. ഈ ഒരു മണ്ണ് നല്ലോണം അത്യാവശ്യമുള്ള മണ്ണെല്ലാം എടുക്കുക, അതിലോട്ട് നല്ല വെള്ളം ഒഴിക്കുക, ഒരു നെറ്റ് വെച്ച് അരിച്ചെടുക്കുക. ഞാൻ ഫ്രോക്കിലെ നെറ്റാണ് കേട്ടോ അതിൽ മൊത്തം യൂസ് ചെയ്തിട്ടുള്ളത്, പഴയ ഫ്രോക്കിലെ നെറ്റ്. അത് അങ്ങനെ വെള്ളം നല്ലോണം ചേർത്ത് അരിച്ചെടുത്തു. പക്ഷേ ഇതിൽ നിന്ന് കിട്ടിയത് ഭയങ്കരമായിട്ട് തരിത്തരിയുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു ഫ്രോക്കിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു ഏരിയ വെച്ച് ഒന്ന് നല്ലോണം അരിച്ചെടുത്തു. അതിനുശേഷം ഞാനൊരു കോട്ടൺ ക്ലോത്ത് എന്ന് പറയാമായിരിക്കും, ആ ഒരു ക്ലോത്ത് വെച്ചൊന്ന് അരിച്ചെടുത്തു. ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത പോലെ മണ്ടത്തരം കാണിക്കാതെ ഇതുപോലെ അടിയിൽ എന്തെങ്കിലുമൊക്കെ തുണി വെച്ച് വല്ല കെട്ടി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഈ തുണി താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ അവസാനം ഒരു തോർത്ത് വെച്ചിട്ടാണ് അരിച്ചെടുത്തത്. ഇത് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തോർത്ത് വെച്ച് അരിച്ചെടുത്തത്. അതിനുശേഷം ഇതുപോലെ വെള്ളം മാറ്റി മാറ്റി അവസാനം ഇത്രയായി. എന്നിട്ടും വെള്ളം മാറ്റി മാറ്റി കിട്ടിയപ്പോൾ എനിക്ക് നല്ല റെഡ് കളറിലുള്ള ക്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു തോർത്തിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. തെളിഞ്ഞു വരുന്ന വെള്ളമാണ് കേട്ടോ എടുത്ത് മാറ്റേണ്ടത്. അങ്ങനെ എടുത്തത് ഞാൻ തോർത്ത് വെച്ചിട്ട് ഒന്ന് കിഴി കെട്ടി ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്, പക്ഷേ അത്രയൊന്നും വെക്കണ്ട, അത് ഞാനൊരു അടുത്ത ദിവസം എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വെയിലത്ത് പരത്തി വെച്ച് കൊടുക്കുക. ഒരു ആ തോർത്തിൽ തന്നെ വെച്ചിട്ട് ഞാൻ 5 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ 3 ദിവസം വെച്ചുകൊണ്ടായിരിക്കും വെള്ളം നല്ല പോയിട്ട് ക്ലേ അപ്പം തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുക. ഞാൻ എയർ ടൈറ്റിലൊന്നും ഇട്ട് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അപ്പോൾ പെട്ടെന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇത് വെച്ചുണ്ടാക്കാൻ വരുന്ന മിനിയേച്ചർ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇത് വെച്ചിട്ടൊരു അടിപൊളി ഇലയുടെ ഡിസൈനിലുള്ള കീ ചെയിനും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എന്തായാലും ഓൺ ദ വേ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണുക.